ഒരു മട്ടത്രികോണത്തിൻ്റെ കർണം 10 സെൻറ്റിമീറ്റർ, പാദം 8 സെൻറ്റിമീറ്റർ ആയാൽ പരപ്പളവ് എത്ര? അതായത് ഏരിയ ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതാണ് കണ്ടുപിടിക്കേണ്ടത്. മട്ടത്രികോണത്തിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഏരിയ A ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, ഹാഫ് ബി എച്ച്. ആദ്യം ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് എന്ന് നോക്കാം. കർണം ഹൈപ്പോട്ടനസ് 10 സെൻറ്റിമീറ്റർ, പാദം ബേസ് 8 സെൻറ്റിമീറ്റർ. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ബിൻ്റെയും എച്ചിൻ്റെയും വില അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബി എന്ന് പറഞ്ഞാൽ എന്താ? ബേസ്, പാദം 8 സെൻറ്റിമീറ്ററിന് ഇവിടെ തന്നിട്ടുണ്ട്. എച്ച് ഹൈറ്റ്, ആൾട്ടിറ്റ്യൂഡ്, മലയാളത്തിൽ ലംബം, ഉന്നതി അങ്ങനെയൊക്കെ പറയും. എച്ച് ഇവിടെ തന്നിട്ടില്ല. പിന്നെ എന്താ തന്നിട്ടുള്ളത്? കർണം ഹൈപ്പോട്ടനസ് 10 സെൻറ്റിമീറ്ററിന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എച്ച് കണ്ടുപിടിക്കണം. ഒരു മട്ടത്രികോണത്തിൻ്റെ കർണവും പാദവും തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ്, ലംബം എങ്ങനെ കണ്ടുപിടിക്കും? പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ വരും? കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. നമുക്ക് ലംബമാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. എങ്ങനെ വരും? ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. ഇനി ലംബത്തിൻ്റെ സ്ക്വയർ ഒന്ന് മാറ്റി എഴുതാം. അപ്പോൾ എങ്ങനെ വരും? ലംബം ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. ഇനി നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? കർണം എത്രയാണ്? ഹൈപ്പോട്ടനസ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ 10 എന്ന് എഴുതി. 10 സ്ക്വയർ മൈനസ് ബേസ് വരുന്നത് 8 ആണ്, 8 സ്ക്വയർ. റൂട്ട് ഓഫ് 10 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ. ഇനി 10 സ്ക്വയർ എത്രയാണ്? 10 സ്ക്വയർ 100 മൈനസ് 8 സ്ക്വയർ 64. റൂട്ട് ഓഫ് 100 മൈനസ് 64. 100 മൈനസ് 64 എത്രയാണ് വരിക? 36. റൂട്ട് ഓഫ് 36. റൂട്ട് ഓഫ് 36 എത്രയാണ് വരിക? 6. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി. നമ്മുടെ ഹൈറ്റ് കിട്ടി. ഹൈറ്റ് എത്രയാണ് വരുന്നത്? ഹൈറ്റ് ഇസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. എങ്ങനെ വരും? ഇനി നമുക്ക് ബിൻ്റെയും എച്ചിൻ്റെയും വില ഇതിൽ കൊടുക്കാം. എത്രയാണ്? ബി എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്, എച്ച് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എങ്ങനെ വരും? ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 6. ഇനി 8നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാലോ. അപ്പോൾ എന്ത് വരും? 4 വരും. ബാക്കി എന്താ ഉള്ളത്? 4ഉം 6ഉം. 4 ഇൻറ്റു 6 എത്ര വരും? 24 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ മട്ടത്രികോണത്തിൻ്റെ പരപ്പളവ് വരുന്നത് 24 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഈ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മലയാളത്തിൽ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നാണ് പറയുന്നത്.